ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ കായിക കുത്തിപ്പിനെ കരുത്തേക്കാൻ പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള ഗ്രൗണ്ടിൽ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2 കോടി രൂപ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജനപ്രതിനിധികൾ, കായിക വകുപ്പിലെയും വിദ്യാഭ്യാസ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതോടൊപ്പം പ്രൊഫഷണൽ കായിക രംഗത്തും മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രധാന പ്രവർത്തനം. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലമെങ്കിലും വികസിപ്പിച്ച് ഗ്രാമീണ ജനതയുടെ കായികക്ഷമത ഉറപ്പുവരുത്തുക, ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് കായിക താരങ്ങളെ പ്രാപ്തരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കായിക വകുപ്പ് നിർവഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഉല്ലൂക്കര ബ്ലോക്ക് മെമ്പർ സിനി പ്രദീപ് കുമാർ, നളിനി വിശംബരൻ, PS സജിത്, ലിബി വർഗീസ്, പ്രദീപ് ഞാറ്റുവെട്ടി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് ആ പങ്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുത്തൂർ സ്കൂളിന്റെ ഈ ഗ്രൗണ്ട് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. ഇവിടെ നിലവിലെ സ്കൂൾ ഗ്രൗണ്ട് ആണെങ്കിലും പ്രധാനപ്പെട്ട കളികൾക്കൊക്കെ നമ്മുടെ ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മുടെ പ്രാദേശികമായ മറ്റു കായിക പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഗ്രൗണ്ട് തന്നെയാണ് ഉപയോഗപ്പെടുത്താറ്. ഇപ്പൊ 2022-23 സാമ്പത്തിക വർഷത്തെ 2 കോടി രൂപ വിവിധ അജണ്ടകളുടെ ഭാഗമായി ഏറ്റെടുക്കാം. പക്ഷെ അത് നന്നായി കൊണ്ടുപോകാൻ അധ്യാപകരും പിടിയും പൊതുജനങ്ങളും എല്ലാം കൂടി ഒരു ആവേശഭരിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. ഇതിപ്പോൾ ഒരു സാധാരണ എയ്ഡഡ് സ്കൂളിലാണ് 13.5 കോടി 14.5 കോടി രൂപ കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. സ്കൂളാണെങ്കിലും 2 കൊല്ലമാണെങ്കിലും 3 കൊല്ലമാണെങ്കിലും ഒക്കെ ഉള്ള കാലം ഈ സ്കൂളിനെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോവുക എന്ന വലിയ ലക്ഷ്യം അധ്യാപകർക്കുണ്ടാകണം, PTA-ക്കുണ്ടാകണം. തുടർച്ചയായി ഇവിടെ അത് പരിശോധിക്കാനും നോക്കാനും കുട്ടികളുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനയൊക്കെ പോലെ ഈ പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതെല്ലാം കൂടി